വെള്ളക്കെട്ടിൽ വലഞ്ഞ് ഇടക്കൊച്ചിയിലെ ജനങ്ങൾ. കായലുകളിൽ അടിഞ്ഞുകിടക്കുന്ന എക്കലുകൾ നീക്കം ചെയ്യാത്തതുമൂലം വർഷങ്ങളായി ദുരിതമനുഭവിക്കുകയാണ് ഇവിടുത്തുകാർ. പലതവണ അധികാരികൾക്ക് മുൻപിൽ പരാതിയുമായി എത്തിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 16-ാം ഡിവിഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിലിന്റെ നേതൃത്വത്തിൽ തോപ്പുംപടി ഇടക്കൊച്ചി ഹൈവേ ഉപരോധിച്ചിരിക്കുകയാണ് ജനങ്ങൾ. വിശദാംശങ്ങളുമായി റിപ്പോർട്ടർ റിഡ്ജൻ റിബല്ലോ ഇടക്കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ പെരവെക്കാൻ കഴിവുണ്ട ഇല്ല. അപ്പൊ ഇതിനൊരു വികാരം കാണണം. അത്ര ഗതികേട് കൊണ്ടിട്ടാണ് ഈ സംഭവത്തിൽ വന്നേക്കണം. എന്താണ്ട് കടലരമ്പി വന്ന പോലെയാണ് വീട്ടിലോട്ടൊക്കെ വെള്ളം കയറി വന്നത്. പലരുടെയും പല ഉപകരണങ്ങളും നശിച്ച് ഒരു വെച്ച് സാനും മുറിഞ്ഞ് കിടക്കുന്ന ചേച്ചിയുടെ വീടിന്റെ കംപ്ലീറ്റ് വെള്ളം. ഈ ഉപരോധത്തിന് കാരണം ഇടക്കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് എന്നാണ് സമരക്കാർ പറയുന്നത്. അവരുടെ വീടുകളിലെല്ലാം വെള്ളം കയറി രോഗികളായവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല, അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. അനേകം നാളുകളായി അധികാരികളുടെ മുൻപിൽ പരാതിയുമായി പോയിട്ട് യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇടക്കൊച്ചിയിൽ അതിരാവിലെ തന്നെ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളിലേക്ക് ഇടക്കൊച്ചി 16-ാം ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. വയസ്സായ അച്ഛനും മക്കളൊക്കെ ഉള്ള വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. വീട്ടില് വെള്ളം കാരണം ഞങ്ങൾ എല്ലാവരും ധാരാളധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയതാണ്. പക്ഷേ അധികാരികൾ ഒരു നടപടി ഇതിനെതിരെ എടുക്കുന്നില്ല. ഇടക്കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിലാണ് വേലിയേറ്റത്തെ തുടർന്ന് വെള്ളം കയറിയിരിക്കുന്നത്. രാവിലെ ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ വീടിനുള്ളിൽ വെള്ളം കയറിയിരിക്കുന്നതിനാൽ ജോലിക്ക് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. വെള്ളത്തിൽ അങ്ങനെ ഉറങ്ങും, പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റും. വെള്ളപ്പൊക്കത്തിനുണ്ടായില്ല. ഇപ്പൊ ഈ 3 കൊല്ലത്തില്ല, വിശ്വസിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. രോഗികളും പ്രായമായവരും വീടിനുള്ളിൽ അകപ്പെട്ട് കിടക്കുന്നതാണ് അതിലേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കൂടാതെ വെള്ളം കയറുന്നതിനാൽ വീട്ടുപകരണങ്ങളും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. 2 കാലും മുറിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിവർത്തിയില്ലാതിരിക്കുന്ന ഒരു പെണ്ണുണ്ട്. അത് വെള്ളത്തിനകത്തിരിക്കണേ, വെള്ളം എല്ലായിടത്തും നിൽക്കണേ. ഞങ്ങൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. മുറ്റത്തേക്ക് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഗതികേടാണ്. പലതവണ അധികാരികൾക്ക് മുൻപിൽ ഈ വിഷയം എത്തിച്ചിട്ടും യാതൊരു നടപടിയും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ലെന്നും കായലിൽ അടിഞ്ഞുകിടക്കുന്ന എക്കൽ നീക്കം ചെയ്യാത്തതാണ് ഈ ദുരിതത്തിന് കാരണമെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ എല്ലായിടത്തും നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും ഇതിനെതിരെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു സഹകരണം ഇവിടെ ചെയ്തു തരുന്നില്ല. പ്രളയം വന്നിട്ട് പോലും ഞങ്ങളുടെ വീടുകളിലൊന്നും വെള്ളം കയറിയിട്ടില്ല. പക്ഷെ ഈ വേലിയേറ്റ സമയത്ത് ഞങ്ങളുടെ വീടുകളിലൊക്കെ വെള്ളം കയറും. ഞങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടെ ജീവിക്കുന്നത്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് മാറണമെങ്കിൽ ഒരു തീരുമാനമില്ലെങ്കിൽ മരിക്കും വരെ ഇതിൽ ഈ പ്രതിഷേധത്തോടെ ഞങ്ങൾ ഇവിടെ കിടക്കും. നെഞ്ചത്തോടി വണ്ടി കൊണ്ടിരിക്കും. അത്രയ്ക്കും ഗതികേട്ടിട്ട് സങ്കടം കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. ഈ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിനായാണ് രാവിലെ മുതൽ 16-ാം ഡിവിഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിലിന്റെ നേതൃത്വത്തിൽ തോപ്പുംപടി ഇടക്കൊച്ചി ഹൈവേ ജനങ്ങൾ ഉപരോധിച്ചത്. കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി ഇടക്കൊച്ചിയിലെ ജനങ്ങള് വലിയ ബുദ്ധിമുട്ടാണ് വേലിയേറ്റ പ്രശ്നം കൊണ്ട് അനുഭവിക്കുന്നത്. ഇടക്കൊച്ചിയുടെ കായല് ഡ്രഡ്ജിങ് ചെയ്യാത്തത് കൊണ്ട് അവിടെ ചെളി അടിഞ്ഞ് ആ വെള്ളമെല്ലാം കരയിലേക്ക് കയറുന്നു. ബണ്ട് കെട്ടാത്ത സ്ഥലങ്ങളിൽ വെള്ളം പൊട്ടി അത് വെള്ളം കരയിലേക്ക് കയറുന്നു. കൽക്കെട്ടില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം വലിയ ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. ഈ വർക്ക് അല്ലെങ്കിൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ട് ഇറിഗേഷൻ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികൾക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ പണിയൊന്നും ആയിട്ടില്ല. ഈ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച ജനങ്ങളെ ഈ കയത്തിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നാണ് ഞങ്ങൾ അധികാരികളോട് പറയുന്നത്. ഈ സമരം ഇത് ഞങ്ങളൊരു തീരുമാനം, ഞങ്ങൾക്കൊരു ഉറപ്പ് നൽകാതെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഞങ്ങൾ ഇവിടെ പറയുകയാണ്. ഇന്ന് സമരം ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവില്ല എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. ഉപരോധത്തെ തുടർന്ന് ഈ പ്രദേശത്ത് ഗതാഗത കുരുക്കും രൂക്ഷമായിരിക്കുകയാണ്. എന്നിരുന്നാലും തങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു അടിയന്തര പരിഹാരം ഉണ്ടാവാതെ ഉപരോധ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. ഈ വെള്ളക്കെട്ട് മാത്രമല്ല ഞങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കുടുംബം, ആ കുടുംബം നശിഞ്ഞു പോകണം. തെള്ളി കുടുംബം നശിഞ്ഞു പോകും. ഞങ്ങൾ ഇനി എവിടെ പോകണം? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സമരക്കാർക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായതായും കൗൺസിലർ അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റതായും പരാതിയുണ്ട്. സമരത്തിൽ SI നേരത്തെ പെട്ടെന്ന് കയറി വന്നിട്ട്
ഒരു മുന്നറിയിപ്പല്ല ഒരു അറ്റാക്ക് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു, എണീക്കാൻ പറ്റില്ല. അപ്പൊ തള്ളി, അപ്പൊ അവിടെ കൈക്ക് പിടിച്ച് പോക്കിട്ട് തള്ളി, കാല് മടങ്ങി. ഇങ്ങോട്ട് പരിചയമുണ്ടല്ല, ഒരു ഒരു അക്ഷരം പോലും ചോദിക്കാണ്ട് കൗൺസിലർ കയറി ആദ്യം പിടിച്ചങ്ങോട്ട് വലിച്ചങ്ങോട്ട് തള്ളണമായിരുന്നു. അപ്പൊ എല്ലാരും കൂടി കയറി പിടിച്ചിട്ട് ഇയാള് പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്റെ കൈയൊക്കെ പരിക്കാണ്, എന്റെ കൈയൊക്കെ പിടിച്ച് തിരിച്ചയാള്. ഞാൻ കയറി വട്ടങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അഭിലാഷിനെ എടുത്ത് എറിയണ പോലെയാണ് അങ്ങനെ എറിഞ്ഞത്. ഇടക്കൊച്ചിയുടെ പടിഞ്ഞാറൻ മേഖലകളിലും അതുപോലെ തന്നെ ചുറ്റോട് ചുറ്റും വെള്ളം കയറുന്ന ഒരു അവസ്ഥ. ഒരു നിവേദനങ്ങൾ തന്നെ ഒത്തിരി കൊടുത്തിട്ടുണ്ട്, അതിനൊരു ശാശ്വതമായ പരിഹാരം വേണ്ടല്ലോ, താൽക്കാലിക പരിഹാരം പോലും ഉണ്ടാക്കാൻ ഈ അധികാരി വർഗം ശ്രമിച്ചിട്ടില്ല. ഇവിടെ വന്ന ഇന്നുണ്ടായ ഈ പ്രതിഷേധത്തിൽ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ അറ്റാക്ക് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നു. പോലീസുകാർ എന്താണെന്ന് ചോദിക്കാതെ ഇവിടെ കൂടിയ ആളുകളുടെ നേരെ കയ്യേറ്റ ശ്രമമാണ് നടത്തിയത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ. ഇനിയെങ്കിലും അധികാരി വർഗം കണ്ണു തുറന്നാൽ ഞങ്ങളെ ഈ വെള്ളത്തിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു ശ്രമം നടത്തിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് പറയുന്നത്. റോഡ് ഉപരോധിച്ചുകൊണ്ടിരുന്ന സമരക്കാർക്ക് നേരെ പോലീസിന്റെ അതിക്രമം ഉണ്ടായി എന്നാണ് ഇവിടെ സമരക്കാർ പറയുന്നത്. കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ജനങ്ങളെല്ലാവരും ശാന്തരാണ്. അവര് അധികാരികളുടെ കരുണ കാത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അനേകം നാളുകളായിട്ട് ഇവരുടെ അഭ്യർത്ഥനയായിരുന്നു ജനങ്ങൾ ഒരുമിച്ച് ഇവർ നടത്തിയിരുന്നത്. തങ്ങളുടെ ജീവിക്കാനായിട്ടുള്ള ആ ഒരു കാര്യം നടത്തിത്തരണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അധികാരികൾ തയ്യാറാകാത്ത ഒരു അവസ്ഥയിലാണ് ജനങ്ങൾ ഇത്തരത്തില് ഒരു സമരവുമായിട്ട് പ്രതിഷേധവുമായിട്ട് ഇവിടെ പൊതു റോഡിലേക്ക്, NH-ലേക്ക്, ഹൈവേയിലേക്ക് കടന്നു വന്നത്. എന്നിരുന്നാലും അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാമെന്നുള്ള ഉറപ്പ് ലഭിക്കുന്നത് വരെ തന്നെ ഇവർ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.